തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്താണ് കോട്ടയത്തെ യുഡിഎഫിന്റെ ജില്ലാ ചെയർമാൻ കൂടിയായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയിൽ നിന്നുണ്ടാകുന്നു. ഇത് സത്യത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് യുഡിഎഫുമായിട്ടുള്ള തെറ്റലാണെന്ന് ഇപ്പോഴും അദ്ദേഹം പറയുന്നില്ല. എന്താണെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചിട്ടുമില്ല. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുമില്ല. ഇപ്പം കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവവികാസം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധാരണകളില്ലാതെ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭംഗിയായി പോകണം. കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പ് രംഗത്താണ്. തെരഞ്ഞെടുപ്പിൽ നല്ല അപ്രഹാരം നമുക്ക് വന്നിരിക്കുകയാണ്. രണ്ട് അപരന്മാരെ കൊണ്ട് അവർ നിർത്തി, രണ്ടും തള്ളിക്കളഞ്ഞു, ഒന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഇടതു മുന്നണി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനുള്ള ഒത്തിരി സാധ്യതയുണ്ട്. ഇപ്പം കേരളം മുഴുവൻ വ്യാപകമായ പ്രചരണമല്ലേ, ബോംബ് കടി, പാനൂരെ ബോംബ്. അപ്പോൾ നാട്ടിൽ മുഴുവൻ അക്രമത്തിന്റെ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നു എന്നൊരു തോന്നലല്ലേ നിൽക്കുന്നത്. ആ തോന്നൽ നിൽക്കുമ്പോൾ ആ സമയത്ത് സജി മഞ്ഞക്കടമ്പിൽ രാജി യുഡിഎഫിന് തിരിച്ചടിയാവോ? കോട്ടയത്ത് പ്രത്യേകിച്ചും തിരിച്ചടിയുടെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അദ്ദേഹം കൂടി ഇതിനോട് ചേർന്ന് പോകണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് നിലപാടിനോട് വിയോജിക്കുന്ന ഒരാളാണ്. ആദ്യവസാനമായിട്ട് മാർക്സിസ്റ്റ് നിലപാടിനോട് വിയോജിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു ചേഞ്ച്, ഒരു വൈബ്രേഷൻ ഉണ്ടായെന്ന് അറിയില്ല. ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാൻ അവരുടെ പാർട്ടി ചെയർമാനുണ്ട്. ചെയർമാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കറക്റ്റായിട്ട് അസസ്മെൻ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് ശ്രീ PJ ജോസഫ് എടുക്കുന്ന തീരുമാനം കറക്റ്റാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെയാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. മോൻസുമായിട്ടുള്ള വ്യക്തി തർക്കമാണ് ഇത്തരത്തിലുള്ള രാജിയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. മോൻസ് അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ അല്ലേ, ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ചെയർമാൻ ശ്രീ PJ ജോസഫാണ് ഇതിനകത്ത് പരിഹാരം കണ്ടെത്തേണ്ടത്. അതെന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ സജി മഞ്ഞക്കടമ്പിൽ എടുത്തിരിക്കുന്ന പെട്ടെന്നെടുത്തിരിക്കുന്ന തീരുമാനം അത് കേവലം വ്യക്തിപരമായ തീരുമാനങ്ങളിൽ പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും തന്നെയില്ല. ഇത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തിരിച്ചടിയാകില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.